പ്രപഞ്ചത്തിലെ സകല ജീവികളിൽ ഏറ്റവും ഉത്കൃഷ്ടവും ശക്തിശാലിയുമാണ് മനുഷ്യൻ. അതിശയങ്ങളായ പലതും സാധ്യമാക്കാൻ കഴിയുന്ന അത്ഭുതകരവും അദൃശ്യവുമായ ഒരു ശക്തി മനുഷ്യനിലുണ്ട്. ആ ശക്തിയാണ് സങ്കല്പശക്തി. സങ്കല്പശക്തി ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായ ശക്തിയാണ്. വിദ്യുത് ശക്തി, കാന്തിക ശക്തി തുടങ്ങി ഭൗതിക മഹാശക്തികൾ നമുക്കേവർക്കും സുപരിചിതമാണ്. എന്നാൽ സങ്കല്പശക്തിയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പേരും അജ്ഞരാണ്. ഈ ശക്തിയുടെ മഹത്വം മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സങ്കല്പശക്തിയുടെ സ്വാധീനം വസ്തുക്കളിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലും ആ സ്വാധീനം ഉണ്ടാകുന്നു. എന്നാൽ സങ്കല്പശക്തിയോട് ഭാവനാശക്തി കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ പ്രഭാവം കൂടുതൽ അതിശയകരമാകുന്നു. ഭാവനാശക്തി എന്നാൽ മനസ്സിൻ്റെ പ്രതലത്തിൽ ഏതെങ്കിലും ഒരു ചിത്രമോ ദൃശ്യമോ രചിച്ച് മനസ്സിൻ്റെ സൂക്ഷ്മ നേത്രങ്ങൾ കൊണ്ട് അതിനെ ദർശിക്കാനുള്ള കഴിവാണ്. സ്ഥൂല നേത്രങ്ങളാൽ ആ ദൃശ്യമോ ചിത്രമോ മുമ്പ് നമ്മൾ കണ്ടതാകണമെന്നില്ല. ഒരുപക്ഷെ അത് കാണാനുള്ള സാധ്യതയും ഇല്ലായിരിക്കാം. മനുഷ്യന്റെ ഉപബോധ മനസ്സിന് മേൽ ബോധമനസ്സിന് യാതൊരു നിയന്ത്രണവുമില്ല. എന്നാൽ ഉപബോധ മനസ്സ് ആജ്ഞാനുവർത്തിയാണ്. അതിനാൽ ഉപബോധ മനസ്സിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ ശക്തി ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന ഫലം ഉളവാക്കാൻ നമുക്ക് കഴിയും. വിഷ്വലൈസേഷൻ ഇതിനുപകരിക്കുന്ന ഒരു സുപരിചിതമായ വിധിയാണ്. കഴിഞ്ഞ 3 ദശകങ്ങളായി ഇതിൻ്റെ പരീക്ഷണം ചികിത്സാ വിധിയുടെ രൂപത്തിൽ നടത്തിവരുന്നു. ഈ രീതി വളരെ ഫലവത്താണെന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാജയോഗ മെഡിറ്റേഷൻ്റെ അഭ്യാസത്തിലും വിഷ്വലൈസേഷന് സുപ്രധാനമായ പങ്കുണ്ട്. ഇന്ന് പല മനുഷ്യരും പ്രമേഹം, പക്ഷാഘാതം, രക്തധമനി രോഗങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ കാരണം വിഷമതകൾ അനുഭവിക്കുന്നു. ഇവയിൽ നിന്നും ആശ്വാസം നേടിയെടുക്കുന്നതിൽ രാജയോഗ ധ്യാനം വളരെ വലിയ രീതിയിൽ സഹായകമാകുന്നു. അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ അവതരണം. നമ്മുടെ എല്ലാം ഉള്ളിൽ സ്വാഭാവിക രോഗശമനത്തിനുള്ള കഴിവ് അടങ്ങിയിട്ടുണ്ട്. രാജയോഗം ഈ കഴിവിനെ സക്രിയമാക്കുന്നു. അതിലൂടെ രോഗം പെട്ടെന്ന് ഭേദമാകാൻ തുടങ്ങുന്നു. ഇതിനു വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ച ഔഷധങ്ങൾ സേവിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രാജയോഗത്തിൻ്റെ വിഭിന്ന അഭ്യാസങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നതാണ് രോഗത്തിൽ വിഷമിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത്. അത് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായകമാകും. രാജയോഗത്തിൻ്റെ ആരോഗ്യവർദ്ധകമായ അഭ്യാസത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. എന്താണ് രാജയോഗം? തൻ്റെ സങ്കല്പങ്ങളെ ജ്യോതിർബിന്ദുവും സർവശക്തിവാനുമായ പരമാത്മാവിൽ ഏകാഗ്രമാക്കി ആ പരമാത്മാവിൽ നിന്നും കിരണങ്ങൾ സ്വീകരിച്ച് ശുദ്ധവും ശ്രേഷ്ഠവും ശക്തിശാലിയുമാകുന്നതിൻ്റെ പ്രക്രിയയെ രാജയോഗം എന്ന് പറയുന്നു. പരമാത്മാവ് പരമപവിത്രമാണ്, ശുദ്ധമാണ്, പാവനമാണ്. അതിനാൽ ആ ഒന്നിനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധവും ശ്രേഷ്ഠവും പാവനവുമാകാൻ തുടങ്ങുന്നു. അതിലൂടെ
ചിന്തകളുടെ മേൽ നിയന്ത്രണം വന്നു തുടങ്ങുന്നു. അതായത് മനഃശക്തി വർദ്ധിക്കാൻ തുടങ്ങുന്നു. ഈ മനഃശക്തി ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ സാധിക്കും. വിചാരധാരയ്ക്ക് ശരിയായ ദിശ നൽകി സാകാരാത്മകമായ അനേകം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിനെയാണ് രാജയോഗത്തിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് പ്രമേഹം എന്ന് നോക്കാം. ഒന്ന് നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ ശരീരം ജനനം മുതൽ മൃതി വരെ അനസ്യൂതം രാപ്പകൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ്. ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ഊർജം ആഹാരത്തിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്ലൂക്കോസായി രൂപാന്തരപ്പെട്ട് രക്തത്തിൻ്റെ മാധ്യമത്തിലൂടെ ശരീരത്തിലെ ഓരോ കോശത്തിലുമെത്തി അതിന് ഊർജം പ്രദാനം ചെയ്യുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം നടക്കുന്നതിന് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ ഒരു നിശ്ചിത അളവ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ ഈ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രഭാവം ശരീരത്തിൽ കാണപ്പെടുന്നു. മസ്തിഷ്കത്തിന് ഗ്ലൂക്കോസ് കൂടാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. മസ്തിഷ്കത്തിന് ഗ്ലൂക്കോസ് ലഭിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തി ഉടൻ തന്നെ അബോധാവസ്ഥയിലാകുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതിനു വിപരീതമായി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് അധികമായാലും ശരീരത്തിൻ്റെ ചില അവയവങ്ങളിൽ അത് പ്രതിഫലിക്കപ്പെടുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സന്തുലിതമായി വയ്ക്കുന്ന ചില ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ മുഖ്യമായ ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ശരീരത്തിൽ ഉദരത്തിന് വലതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിലെ ബീറ്റ സെല്ലുകളിൽ നിന്നാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്. ശരീരത്തിലാകമാനമുള്ള ഓരോ കോശങ്ങൾക്കും ആവശ്യമായ ഗ്ലൂക്കോസ് എത്തിക്കുന്നത് ഒരു താക്കോൽ പോലെ പ്രവർത്തിക്കുന്ന ഇൻസുലിനാണ്. ഇൻസുലിൻ്റെ അഭാവത്തിൽ കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരുന്ന ഗ്ലൂക്കോസ് മാത്രകൾ ശരീരത്തിൽ വർദ്ധിച്ചു തുടങ്ങുന്നു. ഇതിനെ പ്രമേഹം എന്ന് പറയുന്നു. ടൈപ്പ് 1 പ്രമേഹമുള്ളവരിൽ ബീറ്റ സെല്ലുകൾ പൂർണ്ണമായും നശിക്കുന്നു. അതുകാരണം അവരിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ടൈപ്പ് 2 രോഗികളിൽ തുടക്കത്തിൽ ഇൻസുലിൻ ആവശ്യത്തിലധികം അളവിൽ ഉണ്ടാകുന്നു. എന്നാൽ അമിതവണ്ണം ഉൾപ്പെടെ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഇൻസുലിൻ്റെ കഴിവ് നഷ്ടമാകുന്നു. ഇതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. അതിനാൽ ടൈപ്പ് 2 രോഗികളിൽ ഇൻസുലിൻ ഉണ്ടാകുന്നതും ഇല്ലാത്തതും സമാനമാകുന്നു. ദീർഘനേരം ഗ്ലൂക്കോസ് മാത്രകൾ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം പലതരത്തിലുള്ള വിഷമതകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇപ്പോൾ നമുക്ക് ശ്രേഷ്ഠ ചിന്തകൾ കൊണ്ട് രാജയോഗത്തിലൂടെ പ്രമേഹത്തെ ശമിപ്പിക്കാനുള്ള പരിശീലനം ചെയ്യാം. ഞാൻ ഒരു ചൈതന്യ ശക്തിയായ ആത്മാവാകുന്നു. പരംപിതാ പരമാത്മാവ് എൻ്റെ പരമചികിത്സകനാണ്. പവിത്രതയുടെയും ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശവീചികൾ പരമാത്മാവിൽ നിന്ന് പ്രവഹിച്ച് ആത്മാവായ എന്നിൽ പതിക്കുന്നു.
ആത്മാവായ ഞാൻ പരമാത്മാവിൻ്റെ ശക്തിശാലിയായ കിരണങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ അത്ഭുത കിരണങ്ങളെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവഹിപ്പിക്കുന്നു. ഈ കിരണങ്ങൾ ഉദരത്തിൻ്റെ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പതിക്കുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ അലൗകികമായ പ്രഭാവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നഷ്ടമായി കഴിഞ്ഞിരുന്ന ബീറ്റ സെല്ലുകളുടെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പുതിയതായി നിർമ്മിക്കപ്പെട്ട ഈ ബീറ്റ സെല്ലുകളിൽ നിന്ന് ഇപ്പോൾ ആവശ്യാനുസൃതമായ അളവിൽ ഇൻസുലിൻ സ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിനുള്ളിലും ഗ്ലൂക്കോസ് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുകയാണ്. എൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇപ്പോൾ ഇല്ലാതാവുകയാണ്. ഗ്ലൂക്കോസിൻ്റെ കണികകൾ ഓരോ കോശത്തിൻ്റെ ഉള്ളിലും പ്രവേശിച്ച് അതിലൂടെ എൻ്റെ ശരീരത്തിൽ ആവശ്യമായ ശക്തിയുടെ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസ് തന്മാത്രകളുടെ തോത് സാധാരണ നിലയിൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആത്മാവായ ഞാൻ കാണുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ജ്യോതിർമയനായ പരമാത്മാവിൻ്റെ കിരണങ്ങളാൽ പ്രഭാവിതമായി ആരോഗ്യപൂർണമായി കൊണ്ടിരിക്കുന്നു. പ്രമേഹം ബാധിച്ചത് കാരണം ശരീരത്തിനുണ്ടായിട്ടുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അകന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് സന്തുലിതമായി കൊണ്ടിരിക്കുകയാണ്. ആത്മാവായ ഞാൻ എൻ്റെ ശരീരത്തെ ഇപ്പോൾ പൂർണ്ണമായും ആരോഗ്യാവസ്ഥയിൽ കാണുകയാണ്. ഈശ്വരനിൽ നിന്ന് പ്രവഹിക്കുന്ന പവിത്രവും ശക്തിശാലിയുമായ തരംഗങ്ങളുടെ പ്രഭാവം ആത്മാവിനെയും ശരീരത്തെയും സതോപ്രധാനവും പാവനവും നിരോഗിയുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യവാനാണ്. രോഗരഹിതവും സുഖമയവുമായ ജീവിതം നയിക്കുക എന്നത് എൻ്റെ ജന്മസിദ്ധ അവകാശമാണ്. ഇത് എപ്പോൾ അഭ്യസിക്കണം? ദിവസേന രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് 5 മിനിറ്റ് ഈ അഭ്യാസം തീർച്ചയായും ചെയ്യാം. പകൽ സമയം ലഭിക്കുമ്പോഴെല്ലാം ഇത് തുടരാം. അതിലൂടെ ശരീരവും മനസ്സും ആരോഗ്യപൂർണമാകും. പ്രമേഹ രോഗമുള്ളവർക്ക് ഈ അഭ്യാസത്തിലൂടെ തീർച്ചയായും രോഗശാന്തി ലഭിക്കും. ഓം ശാന്തി.